ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ വീണ്ടും നമ്മൾ ക്ലാറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ടൈം ഒരു പാസേജ് വന്നു. സീ ദ പാസേജ് സംതിങ് റിഗാർഡിങ് നാരി ശക്തി വന്ദൻ അഭിയാൻ അല്ലെങ്കിൽ അധിനിയം എന്നൊക്കെ പറയും. അതാണ് വുമൻ റിസർവേഷൻ ബിൽ 2023. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിരുന്നു. റിസർവേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു, ഏതൊക്കെ ഹൗസിൽ കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു, ക്ലാറ്റിൽ ഒരു പാസേജ് ആയിട്ട് പറഞ്ഞു. പ്ലസ് ഈ പാസേജ് ബേസ്ഡ് ചില ക്വസ്റ്റ്യൻസും ചോദിച്ചു. ബട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെറ്റ്സ് സീ ദ പാസേജ് ഫസ്റ്റ്. ലെറ്റ്സ് റീഡ് ദ പാസേജ് പ്രോപ്പർലി, എന്നിട്ട് നമുക്ക് നോക്കാം. ദ നാരി ശക്തി വന്ദൻ അധിനിയം ആക്ട് റിസീവ്ഡ് നിയർ യുനാനിമസ് സപ്പോർട്ട്. ദാറ്റ് മീൻസ് വാട്ട്? ബോത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഒരുമിച്ച് നിന്ന് പാസ്സാക്കി കാണും. ഇൻ ബോത്ത് ദ ലോക്സഭ ആൻഡ് രാജ്യസഭ. അപ്പോൾ ഉറപ്പായിട്ടും ഇതെന്തായിരിക്കും? ഇറ്റ് വാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ. പ്രസിഡന്റ് സൈൻ ചെയ്തപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്റ്റായി കാണും. നാളെ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. ദ ലെജിസ്ലേഷൻ മാൻഡേറ്റ്സ് ദി റിസർവേഷൻ ഓഫ് ഹൗ മെനി സീറ്റ്സ്? 1/3 ഓഫ് ഓൾ സീറ്റ്സ് ഇൻ ദ ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ഡൽഹി ആസ് എ യൂണിയൻ ടെറിട്ടറി വിത്ത് ആൻ ഇലക്റ്റഡ് അസംബ്ലി. ആർക്കാണ് ഈ 1/3 റിസർവേഷൻ? ഫോർ വുമൻ. അപ്പം നാരി ശക്തി വന്ദൻ അധിനിയം ഓർ വുമൻസ് റിസർവേഷൻ ബിൽ എന്താണ് പറഞ്ഞത്? പ്രൊവൈഡ് 1/3 ഓഫ് സീറ്റ്സ് ഇൻ ലോക്സഭ, സ്റ്റേറ്റ് അസംബ്ലി ആൻഡ് ഡൽഹി അസംബ്ലി. ആർക്കാണ്? ഫോർ വുമൻ. ദ ലിങ്കിങ് ഓഫ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ആക്ട് ടു ഇംപ്ലിമെന്റിംഗ് 2 long-term exercises of census and delimitation. കണ്ടോ? അപ്പം എന്താണ്? The linking of the implementation of the act to the implementing of 2 long-term exercises. അപ്പോൾ ഇത് നിലവിൽ വരണമെങ്കിൽ ആദ്യം സെൻസസ് കഴിയണം, അത് കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ കഴിയണം, എന്നാൽ മാത്രമേ ഇത് വരത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് മേക്സ് ലിറ്റിൽ സെൻസ് ടു മെനി ആൻഡ് സൗണ്ട്സ് ക്വയറ്റ് ലൈക്ക് എംപവർമെന്റ് ഡിലേഡ് ഫോർ നോ. വേണമെങ്കിൽ ഇപ്പോൾ 2011 സെൻസസ് വെച്ചും കൊണ്ടുവരാം. ബട്ട് അന്ന് എന്താ പറഞ്ഞത്? 2027 സെൻസസ് കഴിഞ്ഞിട്ട് പ്ലസ് ഡീലിമിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓത്തർ എന്താ പറയുന്നത്? വേണമെങ്കിൽ ഇപ്പോഴും കൊണ്ടുവരായിരുന്നു. അപ്പോൾ വുമൻ എംപവർമെന്റ് ഡിലേ വന്നു. ഇതാണ് ആദ്യത്തെ പാസേജ്. എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് അന്നത്തെ. ഓക്കെ അല്ലേ? ഇനി നോക്ക്. ഇൻ എ 2012 ആർട്ടിക്കിൾ ഹോൾഡിംഗ് അപ്പ് ഹാഫ് ദ സ്കൈ, റിസർവേഷൻസ് ഫോർ വുമൻ ഇൻ ഇന്ത്യ. അതിലൊരാൾ പറഞ്ഞതാണ്, റുഡോൾഫ് സി ഹെർഡിയ ബ്രേക്സ് ഡൗൺ ദ കോമൺ മിസ്കൺസെപ്ഷൻസ് ദാറ്റ് ക്ലൗഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വുമൻസ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. എന്ത് ബേസിസിലാണ് വുമൻ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ആ ഒരു മിസ്കൺസെപ്ഷൻ ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അപ്പൊ പേരെന്താ? ഹോൾഡിംഗ് അപ്പ് ഹാഫ് ദി സ്കൈ. നമുക്ക് നോക്കാം എന്താ പുള്ളി ഉദ്ദേശിച്ചതെന്ന്. വെൻ വുമൻ ഡു അറ്റൈൻ എ നാഷണൽ ലീഡർഷിപ്പ്, it is often because they have inherited the mantle from their fathers or husbands. കണ്ടോ സ്റ്റേറ്റ്മെന്റ് നോക്കണേ. വെൻ വുമൻ ഡു അറ്റൈൻ എ നാഷണൽ ലീഡർഷിപ്പ് റോൾ, എപ്പോഴാണ്? ഇറ്റ് ഈസ് ഓഫൺ ബിക്കോസ് ദേ ഹാവ് ഇൻഹെറിറ്റഡ് ദ മാന്റിൽ ഫ്രം ദെയർ ഫാദർ ഓർ ഹസ്ബൻഡ്. ഒന്നെങ്കിൽ അച്ഛൻ രാഷ്ട്രീയക്കാരനായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് രാഷ്ട്രീയക്കാരനായിരിക്കും. അപ്പം അച്ഛൻ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും? അത് മോൾക്ക് കൊടുക്കും. അങ്ങനെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. റാദർ ദാൻ പേഴ്സൺസ് ഇൻ ദെയർ ഓൺ റൈറ്റ് ആൻഡ് ദെൻ പ്രൊജക്റ്റഡ് as matriarchs, part of the joint family, complementary to the patriarchy rather than challenge to it. ഇത് പുള്ളിയുടെ വ്യൂ ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ശരിയാണെന്ന് വെച്ചാലും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് സം വുമൻസ് ആർ കമ്മിങ് ഇൻഡിപെൻഡൻ്റ് ഓൾസോ. എന്താ പറയുക, മാന്റിൽ അങ്ങനെ കിട്ടാതെയും കുറച്ച് ലേഡീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടം വരെ ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് പാസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ബേസ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ഇനി നമുക്ക് നോക്കാം സംഭവം. ലെറ്റ്സ് ഡു. ബാക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഇൻ ഇക്വാലിറ്റി വേഴ്സസ് എംപവർമെന്റ് വുമൻ ഇൻ ഇന്ത്യൻ ലെജിസ്ലേച്ചർ, അതിലെന്താ? സൗമ്യ ഭൗമിക് മേക്സ് ദ കേസ് ഫോർ ഗോയിങ് എ സ്റ്റെപ്പ് ബിയോണ്ട് കോട്ടാസ് ആൻഡ് ടു ടേൺ അവർ അറ്റൻഷൻ ടു ദ കോംപ്ലക്സിറ്റീസ് ദാറ്റ് ഷേപ്പ് വുമൻസ് ഏജൻസീസ് ഇൻ ദ കൺട്രി. അപ്പോൾ അത് വേറെ, ഇത് വേറെ. This, he argues, would require a bottom-up approach rather than merely handing out reservations in a top-down manner. Top-down അല്ല, bottom-up approach ആണ് ഉദ്ദേശിക്കുന്നത്. In a country like India, with a considerably large heterogeneous population, the dissemination
of legislative power would be insufficient to protect the interest of minority groups such as women, scheduled caste and scheduled tribe. അപ്പോൾ അതൊക്കെ വീക്കർ സെക്ഷൻസ് ആണെന്നാണ് പുള്ളി പറയുന്നത്. ഹി കൺക്ലൂഡ്സ് ദാറ്റ് ഇംപ്ലിമെന്റിംഗ് ദി ഐഡിയ ഓഫ് റിസർവേഷൻ ഓഫ് വുമൻ വുഡ് ബ്രിങ് അബൌട്ട് ഡിസ്ക്രിപ്റ്റീവ് റെപ്രസെൻറ്റേഷൻ, ബട്ട് ദ ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു സബ്സ്റ്റാൻസീവ് റെപ്രസെൻറ്റേഷൻ വുഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ടു ദ പീപ്പിൾ. അപ്പോൾ ഇനീഷ്യലി കുറച്ചൊക്കെ കൊടുക്കാം, ബട്ട് അത് കുറേ കൂടെ എന്താ പറയുക നന്നായിട്ട് കാണണം അല്ലെങ്കിൽ എത്തണമെങ്കിൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചേഞ്ച് ഓഫ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ. ഇതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? സൗമ്യ ഭൗമിക്. ഏതിലാണ്? ഇക്വാലിറ്റി വേഴ്സസ് എംപവർമെന്റ്, വുമൻ ഇൻ ഇന്ത്യൻ ലെജിസ്ലേച്ചർ. നൗ while the reservation of 1/3 of seats for women belong to scheduled caste and tribes under the amendment to articles 330A and 332 of the constitution is a welcome step, it remains to be seen whether it fully acknowledges the complex interplay of hierarchies, socio-political relationship, which also affect the extent and nature of complications that surround effective realization of women politics for Indian politics to emerge as a truly emancipatory space. അപ്പോൾ ഇത് കണ്ടോ, ആദ്യം പറഞ്ഞിരിക്കുന്നത് അതിനെ പറ്റിയാണ്, ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ബില്ലിനെ പറ്റി. പിന്നെ രണ്ട് അഭിപ്രായങ്ങളെ പറ്റി പറഞ്ഞു. ഒരു ഫോറിനറും വേണമെങ്കിൽ ഒരു ഇന്ത്യക്കാരനെയും പറ്റി അഭിപ്രായങ്ങൾ, എങ്ങനെയാണ് ഇത് വരുന്നത്, എത്ര ഗുണം ഉണ്ടാവും, അത് ശരിക്കും എംപവർമെൻറ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്തൊക്കെ മാറണമെന്ന്. പിന്നെ ഇപ്പം എന്താ അതിനെപ്പറ്റി പറയുന്നത്? ആർട്ടിക്കിൾ 330A ആൻഡ് 332 പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ബിക്കോസ് അതിലൊക്കെ കുറച്ച് അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് നോർമലായിട്ട് പാസേജിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നോർമൽ പാസേജ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ കംസ്, നോക്കിയേ, പാസേജിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ? Now comes the questions. ഏതിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഫൈൻ, ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നോക്കിയേ, ഫോർ വിച്ച് എക്സാം വി ആർ സ്റ്റഡിങ് നൗ? കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. മോസ്റ്റ്ലി ഡിസംബറിലായിരിക്കും എക്സാം വരുന്നത്. അപ്പോൾ ഓൾറെഡി കോമ്പറ്റിറ്റീവ് ക്രാക്കർ ലോങ് ബാച്ച് ആരംഭിക്കുന്നുണ്ട് സംഭവം. അപ്പോൾ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഡു ജോയിൻ. എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ സിലബസ്, എക്സാം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, എന്തൊക്കെ ഡൗട്ട് വരും, ഏതൊക്കെ കോളേജിലുണ്ട്, അതൊക്കെ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9249089280. അപ്പോൾ എനി ഡൗട്ട്സ് പ്ലീസ് കോൺടാക്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന്. സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ നാരി ശക്തി വന്ദൻ അധിനയം 2023 വിൽ കം ഇൻ ടു ഫോഴ്സ് ഫ്രം Jan 2025. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. will come into force after all the states and UTs approve it. അതും അവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പാസേജ് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. will come into force after census. അങ്ങനെയും പറയാൻ പറ്റുമോ? ഇല്ല. അന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? സെൻസസ് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ കഴിഞ്ഞിട്ടല്ലേ ഇത് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ 1 ആൻസർ ഈസ് ഡി, നൺ ഓഫ് ദി അബോ. അപ്പോൾ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് സെൻസസ് ആ പാസേജ് വെച്ചിട്ട് ദെൻ ഡീലിമിറ്റേഷൻ എന്ത് വരും? നാരി ശക്തി വന്ദൻ അധിനയം വരും. ഇനി പാസേജിൽ ഇല്ലാത്തൊരു സാധനം, ഇത് വന്നു കഴിഞ്ഞാൽ എത്ര വർഷത്തേക്കാണ് വരുന്നത്? ഇറ്റ് വിൽ ബി ഫോർ ഹൗ മെനി ഇയേഴ്സ്? 15 years. അത് കഴിഞ്ഞാൽ ഇത് പോവോ? വേണമെങ്കിൽ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതൊക്കെ പാസേജിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോൾ എക്സാമിൽ ചോദിക്കും, ഇത് ബില്ലാക്കി ആക്ട് ആയല്ലോ, ഈ ആക്ടിൻ്റെ പേരെന്താണ്? അതാണ് 106th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. You won't see these type of things in passage. ഇതാണ് എക്സ്ട്രാ നോളേജ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പാസേജിൻ്റെ പാസേജ് തരും, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തരും, പ്ലസ് ഇവർ ചോദിക്കുന്ന പോലെ സം ക്വസ്റ്റ്യൻസ് വിൽ ബി ഔട്ട് ഫ്രം ദ പാസേജ് ബട്ട് റിലേറ്റഡ് ടു ദ പാസേജ് ഓൺലി. നോക്കി, ഇതൊക്കെ റിലേറ്റഡ് ടു പാസേജ് ആണ്, ബട്ട് പാസേജിലുണ്ടോ? ഇല്ല. അപ്പോൾ 15 yearsനാണ് വരാൻ പോകുന്നത്, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. അത് ഏത് അമെൻമെൻറ്റ് ആക്ട് ആണ്? 106 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്. അപ്പോൾ 1 ആൻസർ ഈസ് ഡി, നൺ ഓഫ് ദി എബോ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ നോക്കാം. ആസ് പെർ റുഡോൾഫ് ഹെർഡിയ, നമ്മൾ പഠിച്ച പാസേജിൽ ആദ്യത്തെ ആൾ അല്ലേ, വുമൻസ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മെൻറ്റർഷിപ്പ് ഓഫ് സ്പൗസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഫിലിയേഷൻസ് ആണോ? അല്ല. പാരന്റൽ ഗൈഡൻസ് ആണോ? അല്ല. പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ആണോ? അതും പറയാൻ പറ്റത്തില്ല. മാന്റിൽ കൈമാറുമല്ലേ, ഒന്നെങ്കിൽ എന്താ പറയുക ഹസ്ബൻഡ് വഴി, അല്ലെങ്കിൽ എന്താ പറയുക ബൈ ഫാദർ. അപ്പോൾ ഇതിൻ്റെ ആൻസറും ഡി ആവാനല്ലേ ചാൻസ് ഉള്ളൂ. അപ്പോൾ T2 D, നൺ ഓഫ് ദീസ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 2 ആൻസർ ഈസ് ഡി, നൺ ഓഫ് ദി എബോ ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്തത്, അക്കോർഡിംഗ് ടു സൗമ്യ ഭൗമിക്, ദ കോട്ടാസ് ഫോർ വുമൻ ഷുഡ്,
അടുത്ത ആൾ എന്താ പറയുന്നത്? റിക്വയർ എ ടോപ്പ് ഡൗൺ മോഡൽ, ഇല്ല. ഫുൾഫിൽ എ ഡിസ്ക്രിപ്റ്റീവ് റെപ്രസെൻറ്റേഷൻ, ട്രാൻസ്ഫോം ടു സബ്സ്റ്റാൻസീവ് റെപ്രസെൻറ്റേഷൻ ടു ബി ഇംപ്ലിമെന്റഡ് ഹോമോജീനിയസ്ലി. ഇതിലേതാണ് ബെസ്റ്റ് ആൻസർ? ടോപ്പ് ഡൗൺ ഒന്നും വരാൻ ചാൻസ് ഇല്ല അല്ലേ? അപ്പോൾ അക്കോർഡിംഗ് ടു സൗമ്യ ഭൗമിക് ദ കോട്ടാസ് ഫോർ വുമൻ ഷുഡ്, ആൻസർ ഈസ് 3C, ട്രാൻസ്ഫോം ടു സബ്സ്റ്റാൻറ്റീവ് representation. അപ്പോൾ 3 ആൻസർ ഈസ് C, ട്രാൻസ്ഫോം ടു സബ്സ്റ്റാൻറ്റീവ് representation. അപ്പോൾ 3 ആൻസർ ഈസ് C ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The amendments to the article 330A and 332, കണ്ടോ? ആദ്യം ഒരു പാസേജിന് ഒരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ അയാളുടെ, പിന്നെ അടുത്ത സൗമ്യ ഭൗമിക്. ഇപ്പൊ കണ്ടോ ആ 330A 332A എന്തിനാണ് പഠിച്ചത്? അപ്പോയിന്റ് രാജ്യസഭാ മെമ്പേഴ്സ് ബേസ്ഡ് ഓൺ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണോ? അല്ല. കോട്ടാസ് ഫോർ വുമൻ ഗവർണർ ആണോ? അല്ല. വുമൻ സ്പോർട്സ് പേഴ്സൺസ് ആണോ? അല്ല. അപ്പൊ നൺ ഓഫ് ദീസ് അല്ലേ ആൻസർ വരേണ്ടത്. ബിക്കോസ് എന്താ നമ്മൾ പഠിച്ചത്? ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിനെയും പറ്റി പറയുന്നുണ്ട്. അവിടെ ലോക്സഭയിലും എന്താ പറയുക അസംബ്ലിയിലും വുമൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കും, ഇൻക്ലൂഡിങ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആൻസർ ഏതാ വരണ്ടേ? 4 ആൻസർ ഈസ് ഡി, നൺ ഓഫ് ദി എബോ ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? അപ്പോൾ വീണ്ടും ഒരു കറണ്ട് അഫയേഴ്സ് അവർ എന്താക്കി? പാസേജ് ആക്കി. ഫ്രം ദാറ്റ് പാസേജ് അവർ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ചോദിക്കുന്നത്? ഔട്ട്സൈഡ് ഫ്രം ദ പാസേജ് ബട്ട് റിലേറ്റഡ് ടു പാസേജ്. ക്ലിയർ? അപ്പോൾ ദിസ് ഈസ് ഹൗ യു ഷുഡ് സ്റ്റഡി ഫോർ ക്ലാറ്റ് എക്സാം. അപ്പോൾ എന്ത് കണ്ടാലും ആ പാസേജ് നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. പ്ലസ് പാസേജ് റിലേറ്റഡ് അവിടെ ക്വസ്റ്റ്യൻസ് കണ്ടില്ലെങ്കിലും വേറെ ക്വസ്റ്റ്യൻസും കണ്ടുപിടിക്കുക. മിക്സ് ആയിട്ടായിരിക്കും എക്സാമിൽ ചോദിക്കുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിയേ, ഫോർ വിച്ച് എക്സാം വി ആർ സ്റ്റഡിങ് അഗെയിൻ നൗ? ഫോർ ക്ലാറ്റ് എക്സാംസ്. അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. എല്ലാ ടോപ്പിക്സും മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പ്ലസ് അത് പാസേജ് ഓറിയൻറ്റഡ് ആയിട്ടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ എനി ഡൗട്ട്സ് കോൺടാക്ടിങ് ദിസ് നമ്പർ 9249082880. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും പാസേജും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.